എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, എന്തുകൊണ്ട് നീ എന്നെ കൈവിട്ടു? ദുഃഖവെള്ളിയുടെ മർമ്മഭാഗം കുരിശിൽ കിടന്നുള്ള ഈ ഒരു രോദനമാണ്. ക്രിസ്തുവിൻ്റെ സഹനത്തിൻ്റെ കേന്ദ്രബിന്ദു പരിത്യക്തതയുടെ ഒരു അവസ്ഥയാണല്ലേ. പിതാവായ ദൈവത്തിൻ്റെ ദൗത്യം ഏറ്റെടുത്ത് മനുഷ്യകുലത്തിൻ്റെ രക്ഷക്കായി ഭൂമിയിൽ വന്ന ദൈവപുത്രൻ തമ്പുരാൻ പിതാവ് തന്നെ കൈവിട്ടു എന്ന തോന്നലിൽ കുരിശിൽ നിലവിളിക്കുന്ന ഒരവസ്ഥ. യേശുവിൻ്റെ പരിത്യക്തതയുടെ ആഴം കൂട്ടിയത് താൻ സന്തത സഹചാരികളായി കണ്ടിരുന്ന ശിഷ്യന്മാർ പിന്തിരിഞ്ഞോടിയപ്പോഴല്ലേ. തൻ്റെ മാറിൽ കിടക്കാൻ പോന്ന സ്വാതന്ത്ര്യം കൊടുത്ത യോഹന്നാൻ നിശബ്ദമായി മാറി നിൽക്കുന്നത് കണ്ടപ്പോഴല്ലേ. സത്യം പറയട്ടെ, മതം മാറി എന്ന പേരിൽ മുസ്ലിമീങ്ങളും പുതുക്രിസ്ത്യാനി എന്ന പേരിൽ ക്രിസ്ത്യാനികളും ഒരു സഭയിൽ ചേർന്നു എന്നതിൻ്റെ പേരിൽ മറ്റ് സഭക്കാരും, മുസ്ലിമായി ജനിച്ചുപോയി എന്നതിൻ്റെ പേരിൽ മുസ്ലിം വിരോധികളും, പ്രസംഗിക്കാൻ കഴിവുണ്ട് എന്നതിൻ്റെ പേരിൽ മറ്റ് പ്രാസംഗികരും, തെറ്റായ പ്രബോധനങ്ങൾ ചൂണ്ടിക്കാണിച്ചതിൻ്റെ പേരിൽ തെറ്റായ പ്രബോധകരും, ജാതി അഹങ്കാരം തലക്ക് പിടിച്ചതിൻ്റെ പേരിൽ ഇവനാരാണ് സുവിശേഷം പറയാൻ എന്ന് ചോദിക്കുന്നവരും, പല നന്മ പ്രവൃത്തികളും ചെയ്യാൻ തുടങ്ങിയപ്പോൾ അസൂയ കൊണ്ട് കുറ്റപ്പെടുത്തുന്നവരും, എല്ലാവരും ഒന്നിച്ച് ചേർന്ന് ക്രൂശിച്ച അനുഭവത്തിലൂടെ കടന്നുപോയ ഒരു വർഷമായിരുന്നു എനിക്ക് 2024 2025. ഈ ദുഃഖവെള്ളിയിൽ മാരിയോ ജോസഫ് എന്ന നിങ്ങളുടെ സഹോദരന് നിങ്ങളോട് പറയാനുള്ളത്, നമ്മളുടെ ചുറ്റുമുള്ള ആരും പരിത്യക്തരാകാതിരിക്കാനുള്ള ഉത്തരവാദിത്തമാണ് ഈ ദുഃഖവെള്ളി നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ സന്ദേശം. അതിന് ഒരു അതിദൂരം, അതായത് ഒരു എക്സ്ട്രാ മൈൽ നമ്മൾ സഞ്ചരിക്കാനുണ്ട്. അതിനുള്ള ശക്തി ദൈവം തമ്പുരാൻ നമുക്ക് നൽകട്ടെ. ഫിലോ കാലിയ, അർത്ഥം നന്മ, വിശുദ്ധി, സ്നേഹം എന്നിവയിലൂടെ ക്രിസ്തുവിൻ്റെ സാക്ഷികളാവുക എന്നുള്ളതാണ്. ഫിലോ കാലിയ ഫൗണ്ടേഷൻ്റെ കൂടെ നിങ്ങളും ഉണ്ടാകില്ലേ?